ശ്രീ അടൂർ പ്രകാശ്, അങ്ങ് അറിഞ്ഞിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ വീണ്ടും ഒരു യുവതി പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസിന് തന്നെയാണ് പരാതി കൈമാറിയിരിക്കുന്നത്. ഇനി ഇതിൽ എന്ത് നടപടിയെടുക്കും കോൺഗ്രസ്? ഞാൻ ആ പരാതിയെ കുറിച്ച് എന്താണ് എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. ഞാനിപ്പോ തൃശ്ശൂരിലാണ്. എനിക്ക് അത് എന്താണ് എന്നതിനെ കുറിച്ച് അറിയില്ല. പരാതി ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, പരാതി പോലീസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം പരാതി കൈമാറിയിരിക്കുന്നത് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പരാതി ഇമെയിൽ ആയിട്ടാണ് കൈമാറിയത്. എവിടെ കൊടുത്തുന്ന? KPCC അധ്യക്ഷന്, കോൺഗ്രസ് നേതൃത്വത്തിനാണ് പരാതി നൽകിയത്. അത് ഇനിയിപ്പോ കോൺഗ്രസ് നേതൃത്വം അധ്യക്ഷനുമായിട്ട് ഏതായാലും സംസാരിച്ചതിന് ശേഷം ഇതിന് മറുപടി പറയാൻ പറ്റുള്ളൂ. എനിക്ക് അത്ര ഒരു പരാതിയെ കുറിച്ച് യാതൊരു ഈ സമയം വരെ ലഭിച്ചിട്ടില്ല. എന്താണെന്ന് എനിക്ക് അറിയാത്ത ഒരു കാര്യത്തിന് ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നത്. ഇങ്ങനൊരു പരാതി വരുമ്പോൾ UDF എന്ത് നടപടി എടുക്കുമെന്നുള്ളതാണ്. ഈ പരാതി ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് തന്നെ ഞാൻ പറഞ്ഞ പരാതിയെ കുറിച്ച്, പരാതി എന്താണ് എന്നതിനെ കുറിച്ച് അറിയാതെ ഒരു പ്രതികരണം ഞാൻ നടത്തുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. അത് പരാതി എന്താണ് എന്നതിനെ കുറിച്ച് KPCC പ്രസിഡന്റ് പരാതി പോയിട്ടുണ്ടെങ്കിൽ ആ പരാതി എന്താണ് എന്നതിനെ കുറിച്ച് പരിശോധന നടത്തുക മാത്രമല്ല, KPCC പ്രസിഡന്റ് ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ മുതിർന്ന എല്ലാ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്തതിന് ശേഷം എന്താണ് എന്നുള്ള അഭിപ്രായം പറയാം.